നടൻ സന്തോഷ് കെ നായർ അന്തരിച്ചു. പത്തനംതിട്ട ഏനാത്ത് വെച്ച് സന്തോഷ് നായർ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ സന്തോഷിന്റെ ഭാര്യ സുഭശ്രീക്കും പരിക്കേറ്റിരുന്നു. ചികിത്സയിലിരിക്കെ സന്തോഷിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ലോറി ഡ്രൈവർക്കും പരിക്കുണ്ട്. അടൂർ MC റോഡിൽ പുതുശ്ശേരി ഭാഗത്ത് വെച്ച് താരത്തിന്റെ ഇന്നോവയിലേക്ക് എതിരെ വന്ന ലോറി ഇടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സന്തോഷ് ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. വില്ലൻ, നായകൻ, സഹനടൻ, ഹാസ്യനടൻ എന്നിങ്ങനെ വൈവിധ്യമാർന്ന വേഷങ്ങളിൽ 100-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ LDF-നേറ്റത് കനത്ത ആഘാതം. ദുരന്ത മേഖല ഉൾപ്പെടുന്ന 3 ബൂത്തുകളും UDF വിജയിച്ചു. ചൂരൽമലയിൽ UDF ഭൂരിപക്ഷം 239 മുണ്ടക്കയിൽ 289, അട്ടമലയിൽ 327 വോട്ടിന്റെയും ഭൂരിപക്ഷം UDF-ന് ലഭിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ LDF പ്രചരണം പ്രധാനമായും വയനാട് പുനരധിവാസം കേന്ദ്രീകരിച്ചായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചൂരൽമല, അട്ടമല വാർഡുകളിൽ LDF വിജയിച്ചിരുന്നു. 45,031 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കൽപ്പറ്റയിൽ നിന്ന് T സിദ്ദിഖ് വിജയിച്ചത്. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഈ മാസം 10-ന്. AICC നിരീക്ഷകർ എത്തി MLA-മാരെ കണ്ട ശേഷം നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചേക്കും. ഡൽഹിയിൽ നിന്ന് തീരുമാനം വന്ന ശേഷമേ സത്യപ്രതിജ്ഞ തീയതി നിശ്ചയിക്കൂ. വലിയ ഭൂരിപക്ഷത്തിന് തിളക്കം നഷ്ടപ്പെടാതിരിക്കാൻ സത്യപ്രതിജ്ഞ വേഗത്തിൽ നടത്താനാണ് ആലോചന. സാമുദായിക പരിഗണനകളും സീനിയോറിറ്റിയും മാനദണ്ഡവുമാണ് വിവരം. സണ്ണി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ, N ശക്തൻ എന്നീ സീനിയർ നേതാക്കളെ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കും. കേരള കോൺഗ്രസ് പിളർപ്പിലേക്കെന്ന സൂചന. 12 സീറ്റുകളും തോറ്റതോടെ അണികൾ ആശങ്കയിലാണ്. മുന്നണി മാറ്റം എതിർത്ത ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. UDF-ൽ പോകണമെന്ന നിലപാടാണ് ജോസ് കെ മാണി അനുകൂല വിഭാഗം. ഈ സാഹചര്യത്തിൽ ഒരു വിഭാഗം LDF വിട്ടേക്കുമെന്ന് സൂചനയുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേരിട്ടത്. UDF-ന്റെ തേരോട്ടത്തിൽ പാർട്ടിക്ക് മധ്യ കേരളത്തിൽ നിലം തൊടാനായില്ല. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി. UDF വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകൻ കുഴഞ്ഞു വീണ് മരിച്ചു. കീഴ്പള്ളി ടൗണിലെ മത്സ്യക്കച്ചവടക്കാരൻ കോഴിയോട് കാപ്പാടൻ 53-കാരനായ കുഞ്ഞമ്മദാണ് മരിച്ചത്. പേരാവൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു നടന്ന ആഘോഷത്തിനിടെയാണ് സംഭവം. കുഴഞ്ഞു വീണ ഉടൻ കീഴ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല.